ഇനി എന്തോന്നും പറഞ്ഞ് വീട്ടിൽ പൈസ ഒഴിക്കും. പുള്ളിക്കാരെ കാണുമ്പോഴേ ഓടിച്ച് വിടിയല്ലോ. tenía yo asanes. समझ में नहीं आ रहा होगा. पढ़ाई कर रहा. पार्टी चल रही तो खुशी नहीं आवा. वो जब से नौकरी कर रहा है. ഇതുവരെ ഒരു പണിയും സെറ്റായില്ല. ബ്രോ വിചാരിച്ച എന്തേലും നടക്കൂ. ബ്രോ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ തന്നെ എൻ്റെ ഭാര്യയുടെ സ്പോർട്സ് ഫെയിൽ വന്നതാണ്. അതുകൊണ്ടൊക്കെയാണ് പിടിച്ചിരിക്കുന്നത്. പിന്നെ ബ്രോയ്ക്ക് NHS സർട്ടിഫിക്കേഷനും ഇല്ലല്ലോ. എന്തേലും വഴിയുണ്ടോ ബ്രോ? ഒരു വല്യപ്പനെ നോക്കാൻ പറ്റുമോ? ഒരു പരട്ട കലിപ്പം കിളവനും ഓർമ്മയില്ലാത്തൊരു കിളയും. ഇവിടുത്തുകാരല്ല, സംഭവം കുറച്ച് ഇല്ലീഗലാണ്. NHS വരെ തള്ളിക്കളഞ്ഞൊരു കപ്പിളിനെ നോക്കണം. പിടിച്ച എന്തായാലും പണി കിട്ടും. നോക്കണോ? എന്ത് വള്ളി വേണമെങ്കിലും പിടിക്കാൻ തയ്യാറായിട്ടുള്ള മാനസിക എനിക്ക് എങ്ങനെയും ഇവിടുന്ന് UK പോകണം. കണ്ണ UK? അയ്യോ, അതിന് മാത്രം പൈസ ഒന്നും ഞാൻ തരത്തില്ല. ഇവിടുന്ന് കിട്ടുന്ന കാശിന് കൂടി വന്നാൽ നിനക്ക് എറണാകുളം വരേക്ക് പോവാം. ലുലു മാളിലൊക്കെ ഒന്ന് കറങ്ങാം. മേടിക്കലിക്കല്ലേ ഏതൊക്കെ കൊണ്ട് തിരിച്ചു പോരണം. अच्छा ये काम करना चाहिए. What are you doing? Trying to love and care. Don't make any noise, nigga. You get me? Oh. You get me? What is this? पागल बुढ़िया. ओबे इसने तोड़ दिया. ഹലോ, പ്ലംബർ. प्लम्बर എവിടെയോ കണ്ടു. अच्छा जाने पहचान लग रही है. Okay. What is it? Oh yeah. Okay. दोस्त नहीं है. Done, man. Thank you, sir. You bloody idiot. Hello? Oh man. ये कृष्ण में भी आ गया. यहाँ भी वही. Bro, here. മലയാളത്തിൽ പറഞ്ഞാൽ മതി മോനെ. നാട്ടിലുള്ള ഏട്ടാ. इंडियन है वो. Good morning. ആ ബ്രോക്കൊക്കെ മാറ്റിയ കൊള്ളായിരുന്നു. അടിപ്പി വന്ന് Good morning. Good morning. Good morning. Morning.
ഈ ചൂടുവാട്ടിരിക്കാണെന്ന് എനിക്ക് വയ്യ. അച്ഛൻ്റെ അടുത്ത് പറ. अच्छा അവന് പറ്റൂല, എനിക്ക് പറ്റൂല. പോയി പണി എടുക്കണം. അമ്മ വിളിക്കുന്നു. ആരമ്മ? പോയി പണി എടുക്കണം. ऊपर ओ घोड़ी की लात खा दी ഭയങ്കര ബോറടികളി അവിടെ. നാട്ടിലായ പോലും ഞാൻ അങ്ങനെ വെറുതെ നിൽക്കാറില്ല, നിനക്കറിയാല്ലേ. എന്തെങ്കിലും ഒക്കെ ചെയ്തോണ്ടിരിക്കും. ഞാൻ ഇപ്പൊ വിളിക്കാൻ അറിഞ്ഞില്ല. പ്ലാന്റ് വാശി. घोड़ी की देखभाल करो. ഇരുന്നൂറ്റി പഠിച്ചെന്ന് എനിക്ക് ഈസി ആയിട്ട് ജയിക്കാം. എക്സാം കഴിഞ്ഞ് ഇതേപോലെ അങ്ങ് തിരിച്ചന്നേക്കണേ. പിന്നെ കോപ്പിയൊന്നും വിട്ട് നശിപ്പിച്ചേക്കല്ലേ. ഇല്ല. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വരാണെങ്കിൽ നീ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ ഞാൻ രാത്രി വിളിച്ചോളാം. എന്തിന്? ക്ലിയർ ചെയ്തിരിക്കാലോ. इसको ध्यान पढ़ाई भी कम है. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. മേലെ ഇമാതിരി വൃത്തിയായിട്ട സൗണ്ട് ഉണ്ടാക്കരുത്. दो में काम कर रहा. उसका भाई वैसे काम कर रहा. എന്ത് പറ്റി? ഭയങ്കര വെയിലും മുടിഞ്ഞ ചൂട്. അതിനൊരു വഴിയുണ്ട്. ഈ തൊപ്പിയെടുത്ത് തലയിലങ്ങ് വെച്ചാൽ മതി. അത് വെച്ചാൽ മുടിയൂടെ പോകും. അതല്ലേലും പോവും. എനിക്ക് എൻ്റെ അച്ഛൻ്റെ മുടിയാണ്. മേരാ ചോട്ടാ ഭയ്യ. ഐ ബിസ്കിറ്റ് ഫുൾ സ്റ്റേർ ക്ലാസ്. लेबर जैसे काम कर रहे हैं. ये वैसे काम करो साफ सफाई का. എടാ പുല്ലെ 12 മൈൽ നടക്കണം. കൈ കാശില്ല. പിള്ളേര് നിങ്ങൾ കാര്യം ചെയ്യ്. 6 മൈൽ ഇതിനായി കിടക്ക്. 6 മൈൽ അനന്നടാ. दोनों मिल जाएंगे शायद. वेटर का जॉब भी कर रहा है. अच्छा ഞാൻ എന്തിനു പറ്റേ തരൂല സ്വൈര്യം പറ്റേ വലിച്ചെറിഞ്ഞിട്ട് മൈഗ്രേറ്റ് ആയി. ഹലോ, ഒരു 400 മീറ്റർ എക്സ്ട്രാ നടക്കാൻ പറ്റുമോ? 6 മൈലിൽ ഒരു അടി കഴിഞ്ഞ് നടക്കത്തില്ല. എങ്ങനെയെങ്കിലും കൊട്ടുവാ. आ गया. चार किलोमीटर चल के आया. 6th mil. എങ്ങനെയുണ്ട്? കൊള്ളാം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. UK പോയി ഞാൻ സെറ്റിലായി കഴിഞ്ഞാൽ സ്പോർട്സ് ഹൗസിൽ എന്നെ അവിടെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. വരില്ലേ നീ? അത് വേണോ? വാടി, അവിടെ പോയി സെറ്റിലാവും. എന്നാ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. എന്ത്? നീ എന്തായാലും ജയിച്ചില്ലേ? അപ്പൊ നിനക്ക് UK പറ്റൂടെ? എന്നിട്ട് നീ എന്നെ കൂടെ സ്പോർട്സ് ഹൗസിലെ കൊണ്ടുപോകും. हाथ दूर कर दिया. ഇതെല്ലാം പഠിച്ചെടുത്തിട്ട് ഈ ജന്മത്തിൽ എനിക്ക് UK കാണാൻ പറ്റുമോ? നീ എന്തേലും കാണി. ഈ സേ പരീക്ഷയ്ക്ക് അങ്ങനെ തൊട്ടിട്ട് എന്റെ കൺമുന്നിക്ക് വന്നേക്കല്ലേ. എടി എടി നീ എഴുതി കൊടുത്തോളാടി. എടി ध्यान उसका पढ़ाई भी कम है. ഇല്ല. ഇതാണ് നിന്റെ ജീവിതത്തിൽ
പേടിപ്പിക്കല്ലേ? ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിന്റെ വലിയേട്ടൻ കളിയൊക്കെ വീട്ടിൽ വെച്ചാൽ മതി. ലഹരിയൊക്കെ ഒന്ന് നോണേട്ടെ. ഞാൻ ആദ്യത്തെ പെഗൊഴിച്ചു കൊടുത്ത പിള്ളേരല്ല, ഇന്ന് എന്നെക്കാളും വലിയ കൗട്ടകളാണ്. അപ്പൊ ഈ പെഗും ഇതൊഴിച്ചു തന്ന ബെന്നി ബ്രോയും എന്നും നിന്റെ മനസ്സിലുണ്ടാവണേ. അത് മതി. Palpito tuteo, o sea, sarà... Questo vai a vedere. Oh beh. Fine quello che è. Kiतने गिलास खत्म कर दिया? पूरा खत्म कर दिया. उसको भाई भी आराम. अबे. കണ്ണി ഒഴിക്കാനാ ഒഴിക്കാൻ പറയണ ബെന്നി ഒരു 90 അങ്ങോട്ട്. ആരടാ എന്റെ തന്തേരാൻ തരാ പ്രായം Oh beh. Sach में लगे अब सब. തലയ്ക്ക് പിടിച്ചതാ തോന്നണേ. നീയൊക്കെ ശരിക്കും ലഹരി കണ്ടിട്ടുണ്ടാ? നീയൊക്കെ സ്റ്റാമ്പ് കണ്ടിട്ടുണ്ടാ? അവന് സ്റ്റാമ്പാ? പൊടി കണ്ടിട്ടുണ്ടാ? മൂക്കിപ്പൊടിയാ? അല്ലടാ, ഗോതമ്പ് പൊടി. എല്ലാ കളവന്മാർക്കും കൂടെ ഓരോ ലൈൻ ആവണ്ടല്ല. നീയൊക്കെ ഇരുന്ന ഇരിപ്പിന് അന്തരിക്കും. ഇതിനെ പിടിച്ചോണ്ട് പോട്ടോ. എന്റെ കുരുപൊട്ടല്ലോ ഞാൻ പറഞ്ഞേക്കാം. Oh beh. लड़ाई होने वाली. फिर से लड़ाई करेगा. अबे. हाँ? अपने भाई को अपनी पहचान रहा? कैसे? और बुलाओ दारू है. പപ്പടം പപ്പടം. ആഹാ, നിനക്കിപ്പോ ഇതാണല്ലേ പണി? What is? उसके टीचर. പപ്പടം നീ ഇങ്ങനെ പപ്പടം കളഞ്ഞ അവിടെ കേട്ടോ. कितने आरामे हो गए. പപ്പടം ഇതല്ലേ നമ്മളെ സാബിയുടെ തല അടിച്ചു. പപ്പടം തിയേറ്ററിൽ ചുടക്കുണ്ടാക്കി നടന്നു. अबे. अब फंस गया भी है. लड़ाई शुरू होती है. ഒരു പപ്പടേ ഉള്ളൂ. ആൾക്കൊരെണ്ണം. എന്തോന്ന്? ഇതെന്താ കോട്ടർ പപ്പടം? പപ്പടത്തിന് വാറന്റി ഒന്നും ഇല്ല. എന്നാ നീ അങ്ങ് തിന്ന്. എന്താ लड़की वही यहाँ पे अगर लड़ाई होती तो वो इसको ही दोस्त समझेगी. നമ്മളെല്ലായിടത്തും ഉണ്ടല്ലോ. വെയിറ്റ് ഫോർ ഈച്ച് ദ ഷൈന. നീ ഉണ്ടാക്കിട്ട് റൊമാൻറ്റിക് നോക്കി കുട്ടി തരുക. कितना सारा दे रहा है उसको? പപ്പടം കൊടുക്കുന്നേ. എന്താ പെമ്പിള്ളേർക്ക് അത്ര പപ്പടം ഓഫറിന് കൊടുക്കുമോ നീ? എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ കൊടുക്കും. അത് നോക്കിയാൽ നീ ആരാ അഭിപ്രായം? വേണമെങ്കിൽ ഈ പപ്പടം എടുത്തോ. നീ എന്തിനാണ് അമ്മമാർക്ക് പപ്പടം കൊടുക്കുന്ന? अच्छा वो लड़की जानती है उन्हें. നീ ആരാ എന്റെ മകളെ മര്യാദ പഠിപ്പിക്കാൻ? ओ भयंकर किसकी बहन है वो. ഏതാണ് ഇവൻ? അളിയാ പപ്പടം കഴിയളിയാ. എന്നാ സ്നേഹത്തോടെ ഹാഷ്യം. അയ്യോ गुस्सा कैसे है. അളിയന് ഇവിടെ കഴിക്ക്. अब लड़ाई शुरू होने वाली.
पहले उसने हमला कर दिया, अपना बदला निकालेंगे वो। ये भी अपने उसमें आ गया वो एक्शन में। എന്തൊക്കെയാന്ന് അറിഞ്ഞിട്ട് നീ അടിച്ചത് എന്നെ അടിച്ച പോലെയാ. നിനക്ക് നീ ഒരു ഫേസ് ചെയ്യാൻ പറ്റുമോ ഹാഷിരെ? ഓ അപ്പൊ ഞാൻ അടിച്ചായ കുഴപ്പം? അവന്മാരെല്ലാം കൂടെ എന്നെ അടിച്ചപ്പോൾ നീ എവിടെയായിരുന്നു? കണ്ണൊത്തുകൊണ്ടിരുന്ന വീട്ടിലാകെ കൂടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഇരിക്കുകയാണ്. അങ്ങനെ നീ കൈവച്ചത്. ഇനി നമ്മുടെ കാര്യത്തിന് സമ്മതിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെയൊക്കെയാണെന്ന് ഞാൻ എങ്ങനെ അറിയാനാണ്? രണ്ട് മുഖം രണ്ട് സ്വഭാവം. എടാ അച്ഛന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പറഞ്ഞ് കോൾ വന്നടാ. ഗവൺമെന്റ് ഹോസ്പിറ്റലാന്ന് പറഞ്ഞ. നീ ഒന്ന് പോയി നോക്കൂ. കുറച്ച് മുന്നേ ഞാൻ പോവാ. ഹാഷിര എവിടെ പോവാ? ഞാൻ വിളിക്കാം. ഹാഷിര എവിടെ പോവാ നീ? ഹാഷിര उसको बिना बताए चला गया। क्या हो गया? ഹലോ അച്ഛൻ എങ്ങനെ ഉണ്ടടാ? കുഴപ്പമൊന്നുമില്ലടാ, ഞാൻ ഇവിടെ ഇല്ലേ, നീ ടെൻഷൻ ആവാതിരി. നീ കയറി കണ്ടോ അച്ഛനെ? അച്ഛനെ കണ്ട, അച്ഛനോട് ഞാൻ സംസാരിക്കുകയും ചെയ്തു, ഒരു കുഴപ്പമില്ല. എടാ ഫോൺ झूठ बोल रहा है। അച്ഛൻ്റെ അടുത്തൊന്ന് സംസാരിക്കണം. ഫോൺ മാത്രം കൊടുക്കാൻ പറ്റില്ല, അവിടെ അത് ഡോക്ടർ നിൽക്കുക, ഞാൻ വെളിയില്ല. ഞാൻ നിന്നെ വിളിക്കാം. ഞാൻ ഇപ്പോൾ വിളിക്കാം. വിളിക്കണോ? നീ സമാധാനമായിട്ട് കണ്ടിട്ടു. ആ ശരി. നിലവിൻ്റെ കൂട്ടുകാരനാ? അതെ ആശാ, ഇപ്പം ചെയ്യാനില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. അത് കണ്ടീഷൻ കുറച്ച് സീരിയസ് ആണ്. अबे ये चीज बतानी चाहिए उसे। ഒന്ന് വീട് ഒരു അത്യാവശ്യമുണ്ട്. അത്യാവശ്യമായിട്ട് കൊടുത്തേക്ക്. अब इसको ശരിയാവുള്ളൂ. ഒന്ന് പെട്ടെന്ന് വായിക്കാം പ്ലീസ്. ഇതൊന്ന് വായിക്കാം. अब वहाँ क्या हो गया? ബ്രോ, ഞാൻ ഇപ്പോൾ വരും. ഇങ്ങോട്ട് നടത്തില്ല. अभी फोन नहीं उठा रहा। പറയടാ, നീ എവിടാ? ഞാൻ കുറച്ച് തിരക്കില്ല, കാര്യം പറ. എനിക്ക് ബൈക്കൊന്നും ഒരു ആവശ്യമുണ്ട്. അത്യാവശ്യമാണ് എന്റെ കുറച്ചാണ് ആ വണ്ടിക്കാർ ടിക്കറ്റ് വേണം. എന്തോ അത്യാവശ്യം? ഏ? കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ? വെച്ചിട്ട് പോടാ. ഹലോ अब क्या हो गया इसे? അത് ഞാൻ ആ പറമ്പിലൊന്ന് തെങ്ങി വേണം. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയില്ലേ? അതൊന്നും വേണ്ട, ചെറിയൊരു ചതവേ ഉള്ളൂ, കുഴപ്പം. ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട മോനെ. പക്ഷേ ഒന്ന് വന്നേ, ഒരു കാര്യം പറയാം. पीटा शायद इसके पास इसके अंकल। പറമ്പ് വീണോന്നില്ല. ഞങ്ങൾ വരുന്ന വഴിക്ക് നാഷിത മൂങ്കൂട്ടിൻ്റെ ഇവിടെ നിന്ന് കറങ്ങുന്നുണ്ട്. അത് ജോയിന്റ് കണ്ടപ്പോഴത്തേക്കും അവൻ അങ്ങനെ പോയി തള്ളിയിട്ടാണ്. ആര്? മൂങ്കൂട്ടനാ? മൂങ്കൂട്ടിനല്ല, നിന്റെ അനിയൻ നാഷിത. हैं? പലതവണയായിട്ട് നിന്റെ അനിയനെ ഞാൻ ആ മൂങ്കൂട്ടിന് കൊടുക്കണം. എനിക്ക് ബൈക്കൊന്നും ഒരു ആവശ്യമുണ്ട്. ओ उसका भाई ने क्यों किया ऐसा? ओ उसमें ड्रग्स के पैकेट है वे। बे पहले इसको पड़ के चिल्ला था भाई को। കൊച്ചാപ്പ കണ്ടായിരുന്നടാ? ആരെയും കണ്ടില്ല. നീ ഇന്ന് പിടിച്ചാളി ആരെന്ന് അറിയണോ നിനക്ക്? നിന്റെ കമ്പനി എങ്ങനെ അറിയുന്നുണ്ട്? ഇനി ഞാൻ നിന്നെ അവന്മാരെ കൂടെ കണ്ട
ഉപദേശിക്കാൻ പറ്റിയ ഒരാള് ആദ്യം നീ നന്നാവും എന്നിട്ട് ഉപദേശിക്കാൻ പാടാ